ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം രാജ്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ഇതിൽ ഒരേപോലെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നോക്കുമ്പം എനിക്ക് ഈ ഒരു കാര്യം എന്ന് സംഭവിച്ചു എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒരു ഡൗട്ടല്ല കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് പറയുന്നു അതെങ്ങനെ ശരിയാവും എന്നൊക്കെ പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നത്, ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയണം, നിങ്ങളത് ശരിക്കും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു കാര്യത്തിൻ്റെ ഉത്തരം. ഉദാഹരണത്തിന് ഒരു ജോലിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ ടാരോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഞാൻ ചെയ്യുന്ന റീഡിങ്സ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ടാരോ ഏഞ്ചൽസ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ് എന്നിലൂടെ, അതല്ലെങ്കിൽ ഈ ഒരു ഞാൻ റീഡ് ചെയ്യുന്ന ഈ ടാരോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ എനർജി ടാപ്പ് ചെയ്യാൻ പറയുന്നു എന്ന് നമ്മൾ പറയുന്നതാണ്. ആ എനർജി ടാപ്പ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടാരോ ഏഞ്ചൽസ് ആണ് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നത്. ഇത് ഞാനല്ല. ഇത് കാർഡ് വരുന്നത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ്. അത് കുറേയധികം ആൾക്കാർ ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കാം, ഒരേ ആവശ്യങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അവർ പ്രധാനമായിട്ടും ചോദിച്ചത് എങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കണക്റ്റ് ആവുമെന്ന്. അത് നമ്മൾ കാണുന്ന ഒരു 10,000 പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരേ കാര്യങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്കാണ് ഈ ഒരു റീഡിങ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അത് നിങ്ങളുടെ സംശയം, അത് എനിക്ക് കുറേ ദിവസം കൊണ്ട് ഇത് പറയണമെന്ന് വിചാരിക്കും. പലപ്പോഴും റീഡിങ്ങിൻ്റെ സമയത്ത് ഞാനിത് വിട്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഇപ്പം പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസേഴ്സ്, ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ നെഗറ്റീവ്സും കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ചിലപ്പം നിങ്ങൾക്ക് വേണ്ടതായിരിക്കില്ല. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ആ ഒരു റീഡിങ് കിട്ടണത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പിൽ ഒരു നിരാശ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ളൊരു കാര്യം നടന്നില്ല. നിങ്ങൾ ചിലപ്പം പ്രതീക്ഷിച്ച ഒരു സ്നേഹമോ വിശ്വസ്തതയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷമം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എൻഡ് ആക്കിയാലോ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇത് കാരണം നിങ്ങൾ വിചാരിച്ച അതുപോലെ സ്മൂത്തായിട്ട് ആ ഒരു കാര്യം പോകുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതൊരു വിവാഹത്തിലേക്ക് പോകില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഇത് ചീറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ ആ ഒരു തിരിച്ചറിവായിരിക്കാം. എന്തായാലും റിലേഷൻഷിപ്പിൽ ഒരു നിരാശ വന്നു എന്നുള്ളതാണ്. ഒരു വിശ്വസ്തത നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു എനർജിയോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടും വണ്ണം നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവോ ഒക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നത്തെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ ഇതായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് വന്നേക്കാം, അല്ലെങ്കിൽ ഇപ്പം ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ്. കുറേ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എപ്പോഴെങ്കിലും ഇത് ശരിയായാലോ. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാലും അത് നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പോയിന്റ് ആ ഒരു വ്യക്തിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ അത് മാത്രം ചിന്തിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് ബാക്കിയെല്ലാം പൊക്കോട്ടെ, വേറെ ഒന്നും നമുക്ക് അത് മനസ്സിൽ വെക്കേണ്ട. ചിലപ്പോൾ ഈ ഒരു ആൾ തന്ന ഒരു സന്തോഷമോ ആ ആളിൻ്റെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ളൊരു സമാധാനമോ ഇതാരുമാകാം കേട്ടോ. ഇത് മക്കളാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫാകാം,
നിങ്ങൾ പ്രണയിക്കുന്ന ആരെങ്കിലും ആകാം, ആരും ആകാം. റിലേഷൻഷിപ്പിൽ ആരോ നിങ്ങൾ വിചാരിച്ച പോലത്തെ കാര്യം നടത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പ്രണയം മാത്രമല്ല, ചിലപ്പോൾ കുട്ടികളാകാം. നമ്മളുടെ കുട്ടികൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ തിരിച്ച് നമ്മളോട് അവർ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാതിരിക്കുന്ന കുട്ടികളുടെ എനർജി അതുകൊണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ നിങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പോഴും എപ്പോഴെങ്കിലും ശരിയാവും എന്ന് വിചാരിച്ച് ആ ഒരു നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇതിലെ നിങ്ങൾ ഏതോ ഒരു ജോലി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു, അവിടെ വേണ്ട, ഇനി ഇവിടെ എനിക്ക് നിൽക്കാൻ വയ്യ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എനിക്കിനി വേണ്ട, ഈ ഒരു സ്ഥലത്ത് ഇനി കൂടുതൽ സമയം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വിചാരിച്ച് ചിലപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പം ഇനി കൂടുതൽ അവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങളാകെയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അഭിമാനക്ഷതം സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യം ഈ ഒരു അടുത്ത സമയങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കാം. അത് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. എനിക്കിനി വയ്യ, ഇനി ഇവിടെ നിൽക്കാൻ വയ്യ, ഇനി കൂടുതൽ ചിലപ്പം അവർ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ അതാര് തന്നെയായാലും നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ പോകാൻ നോക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക കേട്ടോ. നമുക്കിപ്പം അവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജോലി വേറെ കിട്ടുമോ, ഈ ഒറ്റ ഒരു തീരുമാനത്തിലാണോ നിങ്ങൾ പോണതെന്നൊന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ദേഷ്യവും ഒരു വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്കിനി പറ്റൂല, എനിക്കിനി വേണ്ട, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിൽ ഒരു പ്ലസ് പോയിന്റ് ഇവിടെയും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കാൻ നോക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയർ സംബന്ധമായ എന്തെങ്കിലും കാര്യമായാലും ഈ ഒരു സമയം നിങ്ങൾക്ക് ചിലപ്പം ഇതിന്നൊരു ബെനിഫിറ്റ് കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. ഫ്യൂച്ചറിൽ ഇതിന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾ അവരുടെ ആ വ്യക്തിയുടെയോ നിങ്ങൾ ഉള്ള ആ സ്ഥലത്തിൻ്റെയോ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അവിടുന്ന് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് നേരത്തെ, ഇനിയും അത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. സിക്സ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ചെയ്യുന്ന കരിയറിലായാലും. ചിലപ്പോൾ ഇത് നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തെ തീരെ വില കുറച്ച് കണ്ട് നിങ്ങളുടെ എഫേർട്ടിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ഏതോ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ആദ്യമേ കണ്ടു നിങ്ങൾക്ക് വിക്ടറി വരുമെന്ന്. കൃത്യമായിട്ട് ആ കാർഡ് തന്നെയാണ് വന്നത്. നിങ്ങൾക്കൊരു വിക്ടറി ആൻഡ് സക്സസ് ഉണ്ട്, ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ വേണ്ടാന്ന് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്കൊരു വിക്ടറിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇപ്പം ആരാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്തത്, ആ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അന്തസ്സോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ദൈവം ഒരുക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എംപ്രസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ആഗ്രഹിച്ചത്, ചിലപ്പം നിങ്ങൾ ഒരു അംഗീകാരം മാത്രമായിരിക്കാം ചിന്തിച്ചത്, ആഗ്രഹിച്ചത്. പക്ഷെ ആ സ്ഥലത്ത് വലിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നിങ്ങളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും നിങ്ങളെ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശരിക്കും നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്നൊരു കാര്യം അത്രത്തോളം ഒരു സക്സസ്ഫുൾ ആകാൻ നിങ്ങൾക്ക് പറ്റിയില്ല, അത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, കുറച്ച് കാലം കൊണ്ടത് ശരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒറ്റയടിക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറേ റെൻറ്റും അതൊക്കെ കൊടുക്കാനുള്ളതായിരിക്കും, കറണ്ട് ബില്ലും റെൻറ്റും, പിന്നെ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കുമല്ലോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പം നിങ്ങളിനി വേണ്ട, ഇനി എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാനാണ് പറയണത്.
നിങ്ങൾക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റും. ടെമ്പറൻസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾക്ക് ബാലൻസ് വരുന്നുണ്ട്. ഇപ്പം ബാലൻസ് ഇല്ലാതെ ഒന്ന് ജഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ബാലൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അതിന് നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സമയം. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കാം, അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നുണ്ട്. ഏതൊക്കെയോ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗൈഡൻസിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ഒരിക്കലും തോറ്റു പോകുമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നമ്മളെ ഈ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണത്. അതെല്ലാം കർമ്മയെല്ലാം റിലീസാവണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ റീഡിങ് എടുക്കുന്നു, ഇപ്പം നാളെ തന്നെ എല്ലാവർക്കും ഇത് റീഡിങ് കണ്ടതുകൊണ്ട് നാളെ തന്നെ ഇത് കർമ്മയെല്ലാം റിലീസായി എംബ്രസ് എനർജിയിൽ വരും എന്നുള്ളതല്ല കാണുന്നത്. നമ്മളുടെ കർമ്മയുടെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് സക്സസ് വരുന്നത് എങ്ങനെയാണെന്ന്. കർമ്മ റിലീസാകും തോറും നമുക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ നമ്മൾ തിരിച്ചറിവ് വരുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ പാസ്റ്റ് നോക്കണ്ട. പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കാം, പോട്ടെ, അത് നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. പക്ഷെ നമ്മൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് ഈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു സമയം മുതൽ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, ആരെയും പറ്റിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ നിമിത്തം മനഃപൂർവ്വം ഒരാൾ ഒരു വേദന അനുഭവിക്കുന്നത്, നമ്മളങ്ങനെ ആരെയും ദ്രോഹിച്ച് ഒരാളിനെ വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയം തന്നെ നമ്മളുടെ കർമ്മ പതിയെ റിലീസായി പൊക്കോളും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മ റിലീസാകുന്നു എന്നുള്ളതാണ്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കുറച്ച് ഇറിറ്റേറ്റഡ് ആകാനുള്ളൊരു സാധ്യത ഉണ്ട് ഇന്നത്തെ ദിവസം. ഫ്രസ്ട്രേറ്റഡ് ആകും, നിങ്ങൾക്ക് ദേഷ്യം വരും എന്നൊക്കെയാണ് കാണുന്നത് ഇതിനകത്ത്. നിങ്ങളുടെ കൂടെ ചിലപ്പം നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്യുന്ന ആൾക്കാരോടായിരിക്കാം. ചെറിയൊരു കാര്യത്തിന് പോലും ഇന്നത്തെ ദിവസം നിങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ളൊരു തോന്നലുണ്ടാവും. വേണ്ടത് അത് നമ്മളുടെ കൺട്രോള് വിട്ട് കളയരുത്. നമ്മൾ സംസാരിക്കുന്ന കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നീട് സോറി പറഞ്ഞാലും ആ പറയുന്ന വാക്കുകൾക്ക് അത്രയും മൂർച്ചയുണ്ടാകും. അത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരം എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ പറയരുത് എന്നുള്ളതാണ്. ആ ഒരു കാം എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കാം, നിങ്ങളെ ട്രിഗർ ചെയ്യാം, ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളെ കളിയാക്കാം. ഇന്ന് ആരെങ്കിലും കളിയാക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ദേഷ്യം വരും. അങ്ങനെ ഉണ്ടാകരുത്. അപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇന്ന് ഞാൻ ദേഷ്യപ്പെടില്ല, ഇന്നത്തെ ദിവസം ഞാൻ ദേഷ്യപ്പെടില്ല. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ദേഷ്യം വരില്ല, ഇന്നത്തെ ദിവസം ഞാൻ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു എനർജിയിലായിരിക്കും എന്നൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറയുക. ഓർക്കുമ്പോഴൊക്കെ ഇന്നത്തെ ദിവസം ഞാൻ കാം എനർജിയിലായിരിക്കും, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, അതൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അപ്പം ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് പോകട്ടോ. ഫുൾ കാർഡാണ്. ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യാം. നമ്മൾ അങ്ങനെ സംഭവിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും. ഒരു എടുത്തു ചേട്ടൻ പോലത്തെ എന്തോ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യേണ്ടതായിരിക്കും. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം, എടുത്തിയാടി എന്തോ ഒരു കാര്യം ചെയ്തു. ചിലപ്പോൾ ഈ റീഡിങ് കാണുന്നതിന് മുന്നേ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് സ്വയം ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ചെയ്തു പോയല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പം ചെയ്ത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. അത് നിങ്ങൾ വിട്ടുകളയുക. ഇനിയുള്ള ആ ഒരു കാര്യത്തെ ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് മാത്രം ഇനി ചിന്തിക്കുക. അത് കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് ഒരു ഗിൽറ്റ് ഫീലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേഷ്യവും വരണ്ട, മനസ്സിലാക്കാതെ. പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ. ആലോചിക്കുന്നുണ്ട്, വേണോ വേണ്ടേ, പെട്ടെന്നെടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കേണ്ടെന്നൊക്കെ ഉണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്പിൻ്റെ ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. സാധാരണ പേജ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് തീരുമാനം ഉണ്ടാക്കും. പിന്നെ ഒരു ഓഫർ വന്നാൽ പെട്ടെന്ന് സ്വീകരിക്കും, അങ്ങനെയൊക്കെ. പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഓവർ അനലൈസിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ വേണോ, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം.
കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറച്ച് ഇതിൽ കിങ് ഓഫ് ഫാൻസും കിങ് ഓഫ് സോഡ്സും അതിൻ്റെ ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ആക്ഷൻ എടുക്കുന്നത് കുറച്ചുകൂടി ആലോചിച്ചിട്ട് മാത്രം ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു മൂൺ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം, പക്ഷെ എടുത്ത് ചാടി ചെയ്യണ്ട, കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ അപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമോ, നമ്മൾ കാണുന്ന ഒരു കാര്യം അപ്പം തന്നെ അത് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അപ്പം തന്നെ അവരോട് തന്നെ സംസാരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളങ്ങനെ ചെയ്യണ്ട. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർ എന്തോ ചെയ്തോട്ടെ, ഇപ്പം എല്ലാ മനുഷ്യരെയും നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും, എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള കാര്യം മാത്രം, നമ്മളെ പിന്നീട് ബുദ്ധിമുട്ടിക്കാത്ത കാര്യം മാത്രം നമ്മൾ ചെയ്യുക. എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ അതൊന്ന് മതിയാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പതിയെ 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 നിങ്ങൾ മതിയാക്കും. നിങ്ങളിലേക്ക് ഉൾവലിയും. നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രതികരണം കൂടുന്നത്. ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാർ സ്പിരിച്വലാണ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും പ്രതികരിക്കില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കില്ല. അറിയാമല്ലോ നിങ്ങൾക്ക് ബുദ്ധൻ പെട്ടെന്നൊന്നും ഒരു പ്രതികരണവും ഇല്ലാതെ എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുന്ന ഒരു ആളാണ് ബുദ്ധൻ. അതുപോലെ സ്പിരിച്വൽ ആയി തുടങ്ങുന്ന ആൾക്കാരും നമ്മൾ എന്ത് കണ്ടാലും അപ്പം തന്നെ മറുപടി പറയും. മറ്റുള്ളവരെ ഒന്ന് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ തിരിച്ച് മറുപടി പറയും. അങ്ങനെയൊക്കെയുള്ള ജഡ്ജ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പിരിച്വൽ പാത്തിൽ നമ്മൾ കാലെടുത്ത് വെച്ച് തുടങ്ങും, പതിയെ മതിയാക്കും. ഇതൊന്നും എൻ്റെ കാര്യമല്ല എന്നൊരു തോന്നൽ വരും. നമ്മളാദ്യം നന്നാവട്ടെ എന്നൊരു ചിന്ത വരും. ഈ പുറത്ത് കാണുന്ന എല്ലാം എന്നിലും ഇല്ലേ എന്നൊരു ചിന്ത വരും. നമ്മൾ പുറത്ത് കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. നമ്മൾ തന്നെ അതൊക്കെ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ലല്ലോ, ആ ഒരു ചിന്ത നമുക്ക് വരും. ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നമ്മൾ ചെയ്തായിരിക്കും, ഇപ്പം നമ്മളങ്ങ് നന്നായി, അപ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് കുറേ ആൾക്കാർ അങ്ങനെയാണ്, പാസ്റ്റിൽ ഇതൊക്കെ ചെയ്യും, ഇപ്പം നമ്മൾ നന്നായി, അപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. അങ്ങനെയൊന്നും വരണ്ട. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്താണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മളത് വളരെ കൂളായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു ഇമോഷൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻസ് വരുന്നുണ്ടോ? ഇമോഷൻസ് വരരുത് എന്നുള്ളതാണ് കേട്ടോ. പൊതുവേ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും പ്രതികരിക്കരുത്, എന്ത് കണ്ടാലും മിണ്ടാതിരിക്കണം എന്നുള്ളതല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രതികരണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യം നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ എനർജിയായിട്ട് കണക്റ്റഡ് ആയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഇത് കമൻറ്റ് ചെയ്യാൻ പറയണത്. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങളുടെ എനർജിയായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് മാത്രമാണ് ചെയ്യണത്. അതൊരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ഈ പേഴ്സണൽ റീഡിംഗ് ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ കർമ്മ അത് നമ്മളിലേക്ക് എടുക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ റീഡിങ്സ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് തന്നെ കിട്ടും. അതൊരു പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമില്ല. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.